നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. രണ്ടിലയിൽ സമവായം. അണ്ണാ DMKയിൽ ഒരാഴ്ചയായി തുടർന്നു വരുന്ന ലയന നീക്കം ഒത്തുതീർപ്പിലേക്ക്. എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയായി നിലനിർത്തി പനീർശെൽവത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയാക്കാൻ സാധ്യത. അനുരഞ്ജന ചർച്ചകൾക്കായി പ്രത്യേക സമിതിക്ക് രൂപം നൽകി ഇരുവിഭാഗങ്ങളും. അതിനിടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനായി കോഴ വാഗ്ദാനം ചെയ്ത കേസിൽ അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായി TTV ദിനകരൻ. നേരത്തെ അറസ്റ്റിലായ ഇടനിലക്കാരനുമായി ബന്ധമില്ലെന്നും അന്വേഷണത്തെ സഹായിക്കാനാണ് കീഴടങ്ങിയതെന്നും ദിനകരൻ. പോലീസ് നയം പറഞ്ഞ് പിണറായി. LDF സർക്കാരിന്റെ പോലീസ് നയം വ്യക്തമാക്കി മുഖ്യമന്ത്രി. ഓരോ ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയ ജാതിമത ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് അതീതമായി. അഴിമതിയും മൂന്നാമുറയും പോലീസിൽ വച്ചുപൊറുപ്പിക്കില്ലെന്നും പക്ഷപാതം പാടില്ലെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ നിലപാട് തിരുവനന്തപുരം റേഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ. കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം. ന്യായമായ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയുണ്ടാകും. വിവാദ സംഭവങ്ങളിൽ നയപരമായി വേഗം തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി. നീളുന്ന കുരിശുയുദ്ധം. പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച മരക്കുരിശ് കാണാതായ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. പൊളിച്ചുമാറ്റിയ കോൺക്രീറ്റ് കുരിശിന് പകരം മരക്കുരിശ് സ്ഥാപിച്ചതാരെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ അറസ്റ്റിലായവർക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ. അതിനിടെ പാപ്പാത്തിച്ചോലയിലെ കുരിശിന് പുരാതനവാദവുമായി സ്പിരിറ്റ് ഇൻ ജീസസ് ധ്യാന സംഘം. അവിടെ ഉണ്ടായിരുന്നത് 60 വർഷം മുൻപ് സ്ഥാപിച്ച കുരിശെന്നും വിവാദ ഭൂമി മരിയ സൂസ എന്ന വ്യക്തിയുടെ കൈവശമുള്ളതെന്നും വിശദീകരണം. ധ്യാന സംഘത്തിന്റെ വാദം തൃശൂരിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ. കുരിശ് പൊളിച്ചതിനൊപ്പം റവന്യൂ സംഘം തീവച്ചു നശിപ്പിച്ച ഷെഡ് സ്പിരിറ്റ് ഇൻ ജീസസിന്റേതല്ലെന്ന് ധ്യാന സംഘം. അത് മറ്റു 2 വ്യക്തികൾക്കുള്ള പുരനമ്പറുള്ള ഭൂമി. കയ്യേറ്റങ്ങൾ തങ്ങൾക്കുമേൽ കെട്ടിവെച്ച് അനധികൃത കയ്യേറ്റങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപണം. യെച്ചൂരിക്ക് കോൺഗ്രസ് പിന്തുണ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീതാറാം യെച്ചൂരിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വം. ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യെച്ചൂരിയെ മാത്രം പിന്തുണയ്ക്കാമെന്ന് പാർട്ടി നേതൃത്വം. ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായ സീതാറാം യെച്ചൂരിയുടെ കാലാവധി അവസാനിക്കുന്നത് വരുന്ന ഓഗസ്റ്റ്. അതേസമയം കോൺഗ്രസുമായുള്ള ധാരണ നിഷേധിച്ച് CPM കേന്ദ്ര നേതൃത്വം. ജനറൽ സെക്രട്ടറിമാർ മത്സരിക്കുന്ന കീഴ്വഴക്കം പാർട്ടിയിലില്ല. ഒരാളെ 2 തവണയിൽ കൂടുതൽ CPM മത്സരിപ്പിക്കാറില്ലെന്നും വിശദീകരണം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് സീതാറാം യെച്ചൂരി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ, വെള്ളി 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.